അങ്ങനെ നമ്മൾ കൊച്ചി എത്താനായി. കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ കെസീനോ GGH എർത്ത് എന്ന് പറഞ്ഞ ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. പക്ഷേ ഒരു എക്കണോമിക്കൽ എന്ന് പറയാം. സാധാരണ 5 സ്റ്റാർ ഹോട്ടലുകളുടെ അത്രയ്ക്ക് അങ്ങോട്ട് റേറ്റ് ഇല്ല. ഒരു ഒരു അഫോർഡബിൾ റേറ്റിലാണ് കിട്ടുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ഡിന്നർ ഉള്ള പാക്കേജാണ് എടുത്തേക്കുന്നത്. അവിടെ എൻട്രൻസ് തന്നെ നല്ല ഭംഗിയുള്ള കുറേ ലൈറ്റുകൾ ഇങ്ങനെ കാണാം കേട്ടോ. ഫസ്റ്റ് താഴേക്ക് ഇങ്ങനെ റിസപ്ഷൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതും, പിന്നെ ഇവരുടെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കേരള പെയിൻറ്റിങ്സും ഒക്കെ ചുമരുകളിലുണ്ട്. ഈ ലൈറ്റ് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇത് വെറും പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ വേസ്റ്റ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ലൈറ്റുകളാണ്. അത് ആണെങ്കിൽ ഹാൻഡിക്യാപ്റ്റും ഡിഫറൻ്റ്ലി ഏബിൾഡും ആയിട്ടുള്ള കൊച്ചിയിലെ കുട്ടികളെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിപ്പിച്ചേക്കുന്നത്. എല്ലാ ഡിസംബർ ക്രിസ്മസ് ടൈം ആകുമ്പോഴും ഇതവർ ചേഞ്ച് ചെയ്തിട്ട് ലൈറ്റിൻ്റെ പേപ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞത്. റൂം കണ്ടോ, നല്ല അടിപൊളിയാണ്. ഒരു TV ഉണ്ട്. അത്യാവശ്യം ഒരു ഭയങ്കര സൈസില്ല, ഒരു 28 ഇഞ്ചിൻ്റെയൊക്കെ അത്രയും സൈസുള്ള ഒരു TV. നല്ല ബ്രോഡായിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, സാധനങ്ങൾ വയ്ക്കാനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നല്ലൊരു കബോർഡ് ഉണ്ട്. പിന്നെ നമുക്കൊരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഈ അത്യാവശ്യം നല്ല ബാത്റൂമും ഒക്കെയാണ്. പക്ഷേ ഒരുപാട് സ്പേസ് ഇല്ല ബാത്റൂമിൽ. അത് മാത്രമാണ് ഒരു ഡിഫക്റ്റായിട്ട് തോന്നിയത്. കുറച്ച് പഴയ ഹോട്ടലാണല്ലോ, കുറച്ച് പഴയ ഹോട്ടലായത് കാരണം തന്നെ സെപ്പറേഷൻ വല്ലാണ്ടല്ല. ഒരു ഷവർ കർട്ടൻ മാത്രമാണുള്ളത്. ടബൊക്കെ ഉണ്ട്, ബാത്ത് ടബൊക്കെ ഉണ്ട്. പക്ഷേ സ്പേസ് കുറച്ചൊരു കുറവ് തോന്നി ബാത്റൂമിൽ. ബാക്കിയൊക്കെ എന്നാലും ഓവറോൾ നല്ല തന്നെയാണ്. ബെഡൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസുമാണ്. കബോർഡ്സും മിനി ബാറും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുന്ന വഴിയൊക്കെ ഒരു പഴയ രാജകൊട്ടാരത്തിൻ്റെയും പഴയ നാലുകെട്ടിൻ്റെയും ഒക്കെ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അല്ലാതെ ഒരു ഭയങ്കര മോഡേൺ ആർക്കിടെക്ചറല്ല. ഫുൾ അങ്ങനെ ഒരു മുകളിലൊക്കെ ഒരു ഓടിൻ്റെ ടൈപ്പും ഫുൾ പഴയ രാജാക്കന്മാരുടെയും പണ്ടത്തെ കേരളത്തിലുണ്ടായിരുന്ന സാധനങ്ങളുടെയൊക്കെ പെയിൻറ്റിങ്സൊക്കെ കൊണ്ടാണ് അവർ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ പൂളിൽ പോകാമെന്ന് വിചാരിച്ചു. പൂളിൻ്റെ ടൈമിങ് മോർണിംഗ് 7 to ഈവനിങ് 7 ആയിരുന്നു. നമ്മളെത്തിയപ്പോൾ തന്നെ വൈകുന്നേരം ആയതുകൊണ്ട് 7 വരെ പൂളിൽ നോക്കാമെന്ന് വിചാരിച്ചു. കണ്ടൊരു നടുമുറ്റത്തിൻ്റെയൊക്കെ പോലെയാണ്. പൂള് നടുക്കാണ്, ചുറ്റും 4 ഭാഗത്തും ബിൽഡിങ്സ്. ഇവരുടെ ഹോട്ടലിൻ്റെ ബിൽഡിങ്. ഒരു സൈഡിൽ അവരുടെ ഒരു തറവാട് എന്ന് പറഞ്ഞ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ഇവരുടെ അവിടുത്തെ സീ ഫുഡൊക്കെ ഭയങ്കര ഫേമസ് ആണ്. സീ ഫുഡ് ഡിന്നർ ബുഫേക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരലുണ്ട്. കൊച്ചിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. പൂളും കണ്ട നല്ല ലോങ് ആയിട്ടുള്ള പൂളാണ്. 3 ട്രാക്ക് ഉണ്ട്. 3 ട്രാക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വല്ല സ്വിമ്മിങ്ങിൻ്റെ കോമ്പറ്റീഷനൊക്കെ വരെ വേണമെങ്കിൽ നമുക്ക് നടത്താം. അത്രയും നല്ല ലോങ്ങുമാണ്. 3 ട്രാക്ക് ആയതുകൊണ്ട് 3 ആൾക്കാർക്ക്, കുറേ ഫാമിലീസ് ഉണ്ടെങ്കിൽ തന്നെ 3 ഫാമിലീസിന് അറ്റ് എ ടൈം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ യൂസ് ചെയ്യാം. കുട്ടികളൊക്കെ ഏതായാലും ഫുൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു. നല്ല ലോങ് പൂള് കിട്ടിയപ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പിയായി. പിന്നെ പൂള് കാണാനും നല്ല ക്ലിയർ വാട്ടറാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഫുള്ള് അവിടെ ഒരു ലൈഫ് ഗാർഡ് ഉണ്ട്. എല്ലാവർക്കും അഡൽസിനും കുട്ടികൾക്കൊക്കെ ലൈഫ് ജാക്കറ്റ്സ് ഉണ്ട്. വേണമെങ്കിൽ റിങ്ങും അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള പൂളാണ് കേട്ടോ. ബിൽഡിങ്സൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒക്കെ ഒരു കേരള തനിമ എല്ലായിടത്തും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഗ്രീനറിയും. കൊച്ചിയുടെ നടുക്കാണ് ഇതെന്ന് നമ്മളൊരിക്കലും വിചാരിക്കില്ല. ഫുള്ള് വലിയ വലിയ മരങ്ങളും നല്ല ഭംഗിയിൽ എല്ലാം വലിയ മരങ്ങളും അതെ. പിന്നെ ലോണും പിന്നെ ചെറിയൊരു പ്ലേ പാർക്ക് ഉണ്ട്. 1-2 സ്ലൈഡും സീസോയും ഒക്കെ ആയിട്ട്. അങ്ങനെ നല്ലൊരു ആംബിയൻസുള്ള അറ്റ്മോസ്ഫിയറാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇരിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനുള്ളൊക്കെ മൂഡ് എല്ലാവർക്കും തോന്നും. അവിടെ അങ്ങനെ പോയി അതിനൊക്കെ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ. ഒരു കൊച്ചിയിലേക്കാണ് നമ്മൾ പോയെന്ന് നമുക്ക് തോന്നില്ല. ചെറിയൊരു സ്റ്റേജും ഉണ്ട് എന്തെങ്കിലും പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ഫുള്ള് ഇങ്ങനെ മാറ്റും ഒക്കെ ഇട്ട് നല്ലൊരു ട്രഡീഷണൽ സ്റ്റൈൽ ഫുള്ള് എല്ലായിടത്തും ഒരു കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ് എങ്കിലും നമുക്ക് ഒരു ഭയങ്കര ഒരു ട്രഡീഷണൽ ടച്ചോട് കൂടിയാണ് കേട്ടോ ഇത് ഫുള്ള് അവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ജിമ്മ്. ഇതിൻ്റെ പിക്ചേഴ്സ് കണ്ടില്ലേ? പിക്ചേഴ്സൊക്കെ ഫുള്ള് പഴയ കേരളത്തിലുണ്ടായിരുന്ന വീടുകളുടെയും ഓടുമേഞ്ഞ വീടുകളുടെയും ഒക്കെ കുറേ പിക്ചേഴ്സ് കൊണ്ടാണ് ഇവർ ഫുള്ള് ഇങ്ങനെ വരാന്തകളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ചില സ്ഥലത്ത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ രാമവർമ്മ രാജാവിൻ്റെയും മാർത്താണ്ഡവർമ്മയുടെയും അങ്ങനെ എല്ലാവരുടെയും കുറേ പിക്ചേഴ്സും പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഫുൾ ഗ്രീനറിയാണ്. നടക്കുന്ന വഴി നമ്മുടെ നാലുകെട്ടിൻ്റെ ചുറ്റും ഇങ്ങനെ ചെടികൾ കാണാം കേട്ടോ. ഈ ലൈറ്റ് ഒന്ന് ഫുള്ള് നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കിയപ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലായത്. എന്തോ എഴുതിയിട്ടുള്ള ഒരു വേസ്റ്റ് പേപ്പറാണത്. എന്തൊക്കെയോ എഴുതിയിട്ടുള്ള നോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കാണുമ്പോൾ ഇതൊരിക്കലും അങ്ങനെ ഒരു പേപ്പറാണെന്ന് നമുക്ക് സൂം ചെയ്ത് നോക്കാണ്ട് മനസ്സിലാവില്ല. നല്ല ക്ലോസപ്പിൽ ഇങ്ങനെ അടുത്ത് വന്ന് നോക്കിയാൽ മാത്രമേ ഇതൊരു വേസ്റ്റ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാവുള്ളൂ. ഇത് ശരിക്കും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും ഒരു നല്ല സന്തോഷം. എന്ത് വലിയൊരു കാര്യമാണ് ഇവർ ചെയ്തത്. ഇത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഫേമസ് ആണ് ഈ ലൈറ്റുകൾ. എല്ലായിടത്തും കാണുന്നതാണ് ഈ ലൈറ്റ് ഇങ്ങനെ ഈ വേസ്റ്റ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കി എന്നുള്ളതൊക്കെ. കാണാൻ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. ഒരു ഓഫ് വൈറ്റും യെല്ലോയും ലൈറ്റ് യെല്ലോയും ഒക്കെ കളറുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റുകൾ കേട്ടോ. ഇത് എത്ര ഫോട്ടോ എടുത്താലും ശരിക്കും മതിയാവില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഫിറ്റ്നസ് സെൻറ്റർ അവർക്ക് ജിമ്മ് 24 hours ഓപ്പൺ ആണ്. അത്യാവശ്യം എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട് കേട്ടോ.
കുടിക്കാനാണെങ്കിൽ വെള്ളവും ടവൽസും ഒക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. യോഗ മാറ്റ് ഉണ്ട്. പിന്നെ ഒരുപാട് സൈസിലുള്ള ഡംബൽസ്, പല വെയിറ്റിലുള്ള ഡംബൽസ് ഉണ്ട്. പിന്നെ ട്രെഡ്മില്ല്, അതുപോലെ സൈക്ലിംഗ് ചെയ്യാനുള്ള മെഷീന്, അങ്ങനെ എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട്. ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ജിമ്മാണ്. അത് മാത്രമല്ല 24 hours ഓപ്പണാണ്. അധികം ഹോട്ടലിലും 5 o'clock ഓപ്പണും ഈവനിങ്ങിൽ ഒരു ക്ലോഷറും അങ്ങനെയൊക്കെ ഉണ്ട്. അത് 24 hours ഓപ്പണാണ്. ഒരു ക്യാരം ബോർഡും ആ ജിമ്മിൻ്റെ തന്നെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ള് ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കാണാൻ എല്ലായിടും അതെ ഫുള്ള് ചെടികളും ഒക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഈ വരാതെ അതെ ലൈറ്റഡ് ആയപ്പോൾ ഫുള്ള് നല്ല ഭംഗിയായിട്ടോ. ലൈറ്റും കൂടി വന്നപ്പോൾ ആ ഒരു പഴയ കൊട്ടാരത്തിൻ്റെ ഒരു പ്രതീതിയാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്താണ് ഇവരുടെ ഡിന്നർ ബുഫേക്ക് വേണ്ടി നമ്മൾ പോകുന്നത്. തറവാട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. ഈ റെസ്റ്റോറൻറ്റ് കണ്ടോ, ശരിക്കും എത്ര പഴയ റെസ്റ്റോറൻ്റാണെന്നുള്ളത് നമ്മൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 1963 ഓപ്പൺ ചെയ്ത ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഈ തറവാടിൽ ഡിന്നർ ബുഫേ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. മെനു ഒക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ സ്റ്റാർട്ടേഴ്സും സൂപ്പുകളും മെയിൻ കോഴ്സും ഡെസേർട്ട്സും ഒക്കെ ആയിട്ട് ഒരു വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഉള്ളിൽ കണ്ട നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലം, നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ലൈവ് മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാവുന്ന പോലെ കുറേ ഐറ്റംസ്, ബ്രെഡ് ഉണ്ട്, പിന്നെ സൂപ്പ് ഉണ്ടായിരുന്നു. വെജിറ്റേറിയൻസിന് വേണമെങ്കിൽ ഒരു ടൊമാറ്റോ സൂപ്പാണ് കേട്ടോ. ഒരു ടൊമാറ്റോ ചില്ലി സൂപ്പ്, ടൊമാറ്റോ ഗാർലിക് സൂപ്പുണ്ട്, പിന്നെ ഒരു ക്രീമി ചിക്കൻ സൂപ്പുണ്ട്. അത് നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ കുറേ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. അതായത് പനീർ തവ പനീർ ഫ്രൈയും വെജ് ബോൾസും ഫിഷ് ഫിംഗേഴ്സും ഒക്കെ സ്റ്റാർട്ടേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഫിഷ് ഫിംഗേഴ്സൊക്കെ അവരവിടെ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് കുറേ മീൻ ചട്നിയും കുറേ ടൈപ്പ് ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. ലൈവായിട്ട് ഫിഷ് ഫിംഗറൊക്കെ അവിടെ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഷെഫ്. പിന്നെ ഒരു ഹോംലി മട്ടൻ കറി നല്ല ചെമ്പിൽ നല്ല നാടൻ മട്ടൻ കറി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഇത് തായ് ഫിഷ്, പിന്നെ ചിക്കൻ ലോലിപോപ്പ് ഉണ്ട്. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അവരുടെ ഫിഷ് ഉണ്ട്, പോർക്ക് വിന്താലും ഉണ്ട്. ഒരു വൈറ്റ് ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ട്. പിന്നെ ഇത് ബുദ്ധ ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ മഷ്റൂമും ബ്രൊക്കോളിയൊക്കെ ഇട്ട ഒരു വെജിറ്റേറിയൻ ഡിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് തന്നെ ഗ്രാൻഡായിട്ട് തുടങ്ങി. എല്ലാ ചട്നികളും പിന്നെ ഫിഷ് ഫിംഗേഴ്സും ഒക്കെ എടുത്തു. ഇതാണ് പിന്നെ ബീഫ് കബാബ്, ബീഫ് ചാപ്ലി കബാബ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബീഫ് കബാബ്. അതിൻ്റെ കൂടെ അവർ ഒരു ഓണിയൻ സാലഡും ഒക്കെ തരുന്നുണ്ട്. ലൈവായിട്ട് അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ബീഫ് കബാബ്. അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ സ്റ്റാർട്ടേഴ്സ് തന്നെ നല്ല വെറൈറ്റി ഉണ്ട്. അത് കഴിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ഫില്ലാവും. പിന്നെ കുറേ ടൈപ്പ് ചമ്മന്തികളും ചട്നികളും സാലഡ്സ്, കുറേ വെറൈറ്റി സാലഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചിക്കൻ ടിക്ക സാലഡ് ഉണ്ട്, കുറേ വെജ് സാലഡ്സ് ഉണ്ട്, പിന്നെ കുറേ ഉപ്പിലിട്ട പൈനാപ്പിളും ക്യാരറ്റും ഒലീവ്സും അങ്ങനെ കുറേ സാലഡ്സും കുറേ വെജിറ്റബിൾസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ക്രഷ്ഡ് ആയിട്ടുള്ള കാഷ്യൂ നട്ട്സ്, അങ്ങനെ കുറേ നട്ട്സ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടേഴ്സിൻ്റെ അടിപൊളിയാണ്. വെജ് ബോൾസ് ഇങ്ങനെ മീൻ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അടുത്ത് നമ്മൾ പിന്നെ ചിക്കൻ കബാബ് ട്രൈ ചെയ്തു. ബീഫ് കബാബ് വിത്ത് ഒനിയൻ സാലഡ്. അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ടൊമാറ്റോ പാസ്ത ഉണ്ട് കേട്ടോ. ടൊമാറ്റോ പാസ്ത നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പാസ്ത ട്രൈ ചെയ്തു. പിന്നെ പാസ്ത അല്ലാണ്ട് ലസാഗ്ന ഉണ്ടായിരുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത്. പിന്നെ വെജിറ്റേറിയൻസിനായിട്ട് ഒരു നീണ്ട നിര തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഫുൾ വെജിറ്റേറിയൻ സൈഡാണ്. ഈ ടൊമാറ്റോ പെന്നി പാസ്തയുണ്ട്, പിന്നെ ലസാഗ്ന ഉണ്ട്. ഇത് ബേക്കണാണ്, ബേക്കൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിഷാണ്, പാപ്രിക്ക ബേക്കൺ ഡിഷ്. പിന്നെ ബിന്ദീൻ്റെ ഒരു ഡിഷുണ്ട്, ആലുവിൻ്റെ ഒരു ഡിഷുണ്ട്, പിന്നെ പറാത്താസ് ഉണ്ട്. പിന്നെ ഇത് വെജ് പുലാവ്, അതും ഒരു ചെമ്പിലിങ്ങനെ ട്രഡീഷണൽ സ്റ്റൈലിൽ. പിന്നെ ദാൽ തടക്ക, ഇതൊക്കെ വെജിറ്റേറിയൻ ഡിഷസാണ്. പിന്നെ റോട്ടീസ്, നാനും, അങ്ങനെ എല്ലാ ഐറ്റംസും, ഗാർലിക് നാനായാലും ബട്ടർ നാനായാലും വെള്ളപ്പായാലും ഒക്കെ അവർ ലൈവായിട്ട് അവർ കൊണ്ടുവന്ന് തരും. ഇത് മഡ് ചോക്ലേറ്റ് കേക്ക് ഉണ്ട്, ക്യാരറ്റ് പുഡിംഗ് ഉണ്ട്, അങ്ങനെ ഡെസേർട്ട്സും കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ഇത് ചോക്ലേറ്റ് മൂസ് ഉണ്ട്, പിന്നെ കെറാമൽ പുഡിംഗ് ഉണ്ട്, പിന്നെ ഇത് പനാക്കോട്ട, പാഷൻ ഫ്രൂട്ട് പനാക്കോട്ട ഉണ്ട്, മാംഗോ കേക്ക് ഉണ്ട്, പിന്നെ കട്ട് ഫ്രൂട്ട്സ് പൈനാപ്പിളും വാട്ടർമെലനും, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ വെജിറ്റേറിയൻസിനുള്ള ചമ്മന്തിയും ക്യാരറ്റ് പുഡിങ്ങും ചമ്മന്തിപ്പൊടിയും ഉള്ളിത്തീയലും, പിന്നെ ബീഫ് അച്ചാറും ചെമ്മീൻ അച്ചാറും, പിന്നെ ലൈമും മാംഗോയും മിക്സഡ് വെജിറ്റബിൾ പിക്കിളൊക്കെ ആയിട്ട് പിക്കിൾസ് തന്നെ ഒരു 8-10 വിധമുണ്ട്. അങ്ങനെ ലൈവായിട്ടുള്ളൊരു വെള്ളപ്പം നമ്മൾ പാലപ്പമാണ്. അങ്ങനെ പാലപ്പവും ആ നാടൻ ഹോംലി മട്ടൻ കറിയും, പിന്നെ ബുദ്ധ ഡിലൈറ്റ് ആയിട്ടുള്ള മഷ്റൂം കറിയും, പിന്നെ നമ്മുടെ വൈറ്റ് ചിക്കൻ കറിയും ചിക്കൻ ലോലിപോപ്പും ഒക്കെ എടുത്ത് വെള്ളപ്പം കഴിച്ചിട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മട്ടൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ആ പാലപ്പവും കൂട്ടി ഒന്നിങ്ങനെ കഴിക്കണം. ഭയങ്കര അടിപൊളി ടേസ്റ്റാന്ന് പറയാം. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ആ മസാലയുള്ള ബീഫ് കറിയാണ് കേട്ടോ. നല്ല ഷാപ്പിലെ കറിയൊക്കെ പോലെ നല്ല സ്പൈസിയും ടേസ്റ്റി ആയിരുന്നു.
അങ്ങനെ അപ്പോൾ ആലപ്പ ഈ കറികളൊക്കെ കൂട്ടി ഫിനിഷ് ചെയ്തു കേട്ടോ. ഈ വൈറ്റ് ചിക്കൻ കറി അതെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലഷി തിക്കായിട്ടുള്ള കുറേ പീസസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഗ്രേവി അതെ നല്ല രസമുണ്ട്. അങ്ങനെ പാലപ്പം ഫിനിഷ് ആക്കിയതിന് ശേഷം അടുത്ത് നമ്മൾ ഗാർലിക് നാനിലേക്ക് പോകാൻ വിചാരിച്ചു. ഗാർലിക് നാനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ടേബിളിലേക്ക് തന്നെ സെർവ് ചെയ്യും. ഈ ബുദ്ധ ഡിലൈറ്റ് മഷ്റൂമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചൈനീസ് ഐറ്റമായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഗാർലിക് നാൻ കണ്ട നല്ല ഗാർലിക്കിൻ്റെ ഫ്ലേവറും ഗാർലിക്ക് നിറയെ കാണാനുണ്ട്. അതും ചിക്കൻ ലോലിപോപ്പും കൂടി ഒന്ന് പിടിച്ചു. അതും നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എന്തായാലും ഈ ഗ്രേവിയാണ് ഏറ്റവും സൂപ്പറായത്. ഈ മട്ടൻ്റെ ഗ്രേവി ആയിരുന്നു കേട്ടോ. പിന്നെ ഡെസേർട്ട്സിലേക്ക് പോയി. ഈ മഡ് ചോക്ലേറ്റ് കേക്ക് എടുത്തു. പിന്നെ നമ്മുടെ ക്യാരറ്റ് കേക്ക് ഒക്കെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ചോക്ലേറ്റ് മൂസ് എടുത്തു വരണം. ഇപ്പോൾ ഒന്നും ടേസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പാടില്ലല്ലോ, എല്ലാതും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ അവരുടെ ഒരു സ്പെഷ്യലായിട്ടാണ് ഈ കെരാമൽ പുഡിങ് കേട്ടോ. കെരാമലും എഗ്ഗും ഒക്കെ ഇട്ടിട്ടുള്ള പുഡിങ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു. അത് നല്ല ടേസ്റ്റ് ചെയ്ത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി അരിഞ്ഞു പോരുന്ന കേക്കാണ്, പുഡിങ്ങാണ്. ഈ മഡ് കേക്കിനൊരു ചെറിയ ഒരു മഡിൻ്റെ എന്തോ ഒരു വേറൊരു ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഒന്നും ഇഷ്ടാവില്ല. ചോക്ലേറ്റിൻ്റെയും പിന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഇങ്ങനെ മിക്സ് ആയിട്ടാണ്. പാഷൻ ഫ്രൂട്ട് പെനാക്കോട്ട അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ലസ്സിയൊക്കെ പോലെ ചെറിയൊരു പുളിപ്പുണ്ട്. പിന്നെ കുറേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഇതാണ് മാംഗോ കേക്ക്, മാംഗോ ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കാണ്. അതും ചെറിയൊരു പീസ് എടുത്തു. ഒന്ന് ട്രൈ ചെയ്യാനോ, എല്ലാ വെറൈറ്റീസ് ഒന്ന് ട്രൈ ചെയ്യാൻ. പിന്നെ ചോക്ലേറ്റ് ഐസ്ക്രീമും സ്ട്രോബെറി ഐസ്ക്രീമും ഒക്കെ വേണമെങ്കിൽ ഒരു ടേബിളിലേക്ക് സെർവ് ചെയ്യും. അതും നല്ല പിസ്തയും കാഷ്യൂ ബദാമും ഒക്കെ കട്ട് ചെയ്തിട്ട് നട്ട്സൊക്കെ ഇട്ട് നല്ല റിച്ചാക്കിയിട്ടാണ് കേട്ടോ. ഈ കെരാമൽ പുഡിങ്ങിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്, വായിലിങ്ങനെ അരിഞ്ഞു പോകും, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ ക്യാരറ്റ് കേക്ക് ടേസ്റ്റ് ചെയ്തു. അതും അതെ, അതും നല്ല അടിപൊളി ടേസ്റ്റാണ്. ക്യാരറ്റിൻ്റെ നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങിയ ബേക്ക് ചെയ്ത കേക്കാണെന്ന് പറഞ്ഞത്. എല്ലാതും അതെ, എല്ലാം നല്ല ടേസ്റ്റിയാണ്, ഒന്നും മോശം പറയാൻ വയ്യ. ഈ മഡ് കേക്കിന് മാത്രം ഒരു ചെറിയ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമായി. ഒരു മഡിൻ്റെ എന്തോ ഒരു വേറൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സാധാ ചോക്ലേറ്റ് കേക്ക് പോലെയല്ല. അതുപോലെ തന്നെ ഈ പനാക്കോട്ട ലസ്സിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് പനാക്കോട്ട ഇഷ്ടമാവുള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല, ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു അതിന്, ഒരു കേടിൻ്റെ ഒരു ടേസ്റ്റിങ്ങനെ അതിൽ വരിക. പക്ഷേ ഇവർക്കൊക്കെ ഇഷ്ടമായി. ലസ്സി നല്ല ഇഷ്ടമുള്ള ആൾക്കാർക്ക് സാധാരണ ഈ പനാക്കോട്ടകൾ നല്ല ഇഷ്ടമാവും. പാഷൻ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പുളിപ്പും ഉണ്ടായിരുന്നു അതിന്. മാംഗോ കേക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മാംഗോൻ്റെ നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഒരു മാംഗോ സീസൺ ആണല്ലോ, അതുകൊണ്ടായിരിക്കും ഒരു മാംഗോ കേക്ക് കൂടി. അതുപോലെ ഈ ചോക്ലേറ്റ് മൂസ് ഇപ്പം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, ഫുൾ ക്രീമിയും സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഏതായാലും ഇവരുടെ വെജിറ്റേറിയൻ ഐറ്റംസും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് ഇവരുടെ ഈ പാപ്രിക്ക ബേക്കൺ മസാലയും ഹിന്ദി മസാലയും പിന്നെ ഇവരുടെ ഈ ആലു ഡിഷും എല്ലാം ഒന്ന് ഓരോരോ പീസ് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ വെജ് പുലാവും പിന്നെ ഒരു പപ്പടവും ഒക്കെ എടുത്തു കേട്ടോ. എല്ലാതും ഒന്ന് ടേസ്റ്റ് അറിയണമല്ലോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഒരു ആവറേജ് തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ ബേക്കൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെജ് പുലാവും നല്ലതാണ്. ദാൽ തടുക്കിയൊക്കെ ഒന്ന് ഒഴിച്ച് നോക്കി. ദാൽ തടുക്കിയും രസമുണ്ട്, ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ദാൽ തടുക്കിയുടെ ഫ്ലേവറാണ്. പിന്നെ അവരുടെ വെജ് സൈഡ് ഡിഷസും എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതും എന്തെങ്കിലും പറ്റിയതുണ്ടോ നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൊണ്ടാട്ട മുളകുണ്ട്, തേങ്ങ ചമ്മന്തി ഉണ്ട്, ക്യാബേജിൻ്റെ തോരനുണ്ട്, പിന്നെ ഇത് ചമ്മന്തിപ്പൊടി കേട്ടോ, ഉള്ളിത്തീയൽ കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റീവായി തോന്നി. നല്ല മസാലയും ഒക്കെ നല്ല സ്പൈസി ആയിട്ട് ഉള്ളിത്തീയലെന്ന് തോന്നുന്നു കാണും. അതാണെമ്പോൾ എന്തായാലും എടുക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ഈ പുലാവിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വെച്ച് കുറച്ച് ഉള്ളിത്തീയലെടുത്തു. അങ്ങനെ കുറച്ച് അത് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ, എല്ലാത്തിനും കൂടിയുള്ള സ്ഥലമൊന്നും വായിച്ചിട്ടില്ലെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ചാറുകളാണെങ്കിലും കുറേ വെറൈറ്റി അച്ചാറുകളുണ്ട്. നമ്മളതും വെച്ചെടുത്തിട്ടോ, ബീഫ് അച്ചാറും നാരങ്ങച്ചാറും മാങ്ങച്ചാറും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇത് ആദ്യം തന്നെ നമ്മൾ ആ ബേക്കൺ വെച്ചൊന്ന് കഴിച്ചു, ദാൽ തടുക്ക വെച്ച് കഴിച്ചു. അത് രണ്ടും സൂപ്പറായിരുന്നു. പൊട്ടറ്റോ എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമായില്ല. അതേപോലെ തന്നെ ഒരു ബീഫ് അച്ചാർ എടുത്ത് പറയണം. ഈ പൊട്ടറ്റോ ഒരു സാധാരണ നമ്മൾ ബോയിൽഡ് പൊട്ടറ്റോയിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സ് ചെയ്തേക്കാണ്. അതേപോലെ ഈ ഹിന്ദി മസാലയും ഒരു സാധാരണ നമ്മൾ തേങ്ങ അരച്ച ഒരു ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട്, ഒരു പുളിയൊക്കെ ഉള്ള ഒരു കറി. കുഴപ്പമില്ല, ഒരു ആവറേജിനെ പറയാൻ പറ്റുള്ളൂ, ഭയങ്കര ടേസ്റ്റി അല്ല. ഈ ബേക്കൺ ഉണ്ടല്ലോ, പാപ്രിക്ക ബേക്കൺ, അത് മസാല അത് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അവരുടെ ബീഫ് അച്ചാറൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. ഇത് ഉള്ളിത്തീയൽ കേട്ടോ. ഉള്ളിത്തീയൽ നല്ല രസമുണ്ട്, നല്ല അടിപൊളി ഉള്ളിത്തീയലാണ്. ഉള്ളിയൊക്കെ നല്ല കുഴഞ്ഞ് വെന്ത് നല്ല മണമൊക്കെ ഉള്ള നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ലൈവ് മ്യൂസിക് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ റെക്കോർഡഡ് അല്ല. ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ പാടുന്നുണ്ട്, ഫുൾ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ആയിട്ട് വേറെ ആൾക്കാരുണ്ട് കൂടെ. അപ്പോൾ ഇനി കൊച്ചിയുടെ അടുത്ത വിശേഷങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് റിസപ്ഷൻ ഏരിയ ഒക്കെ കണ്ടാൽ നല്ല ആംബിയൻസ് ഉണ്ട്,
നല്ലൊരു ട്രഡീഷണൽ സ്റ്റൈലാണ്. സോ താങ്ക് യു.